നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാൻ ആദ്യമായി ഈ അൾത്താരയിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത്. 2019 മെയ്യിലാണ് ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മകൻ്റെ +2 എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഏത് കോഴ്സിന് ചേരണമെന്ന്, അവന് മെഡിസിനായിരുന്നു താല്പര്യം. പക്ഷേ നീറ്റൊക്കെ എഴുതി കിട്ടുമോ എന്നൊന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. ആ സമയത്താണ് ഞാനും മകനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് അവൻ്റെ നീറ്റ് എക്സാം കഴിഞ്ഞ് അവന് അത്യാവശ്യം നല്ല റാങ്കോട് കൂടി തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി. അതായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗം സാധിച്ചത്. രണ്ടാമതായിട്ട് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ 6 വർഷമായിട്ട് പിത്തസഞ്ചിയുടെ കല്ലിന് മരുന്ന് കഴിച്ചിരുന്നു. അത് നമുക്ക് ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് മരുന്നുകളൊന്നും എടുക്കുന്നില്ല. ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. ഇഞ്ചക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. മൂന്നാമത് ഉടമ്പടി പുതുക്കുമ്പോഴേക്കും കോവിഡിൻ്റെ സീസൺ ആയതുകൊണ്ട് കറക്റ്റ് സമയത്തിന് പറ്റിയില്ല. അപ്പോഴേക്കും മോളുടെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞിരുന്നു. അവൾക്ക് ഏത് ലെവലിൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹം നേവി അല്ലെങ്കിൽ ആർമിയൊക്കെ ആയിരുന്നു. എല്ലാ എൻട്രൻസ് എക്സാമുകളും എഴുതി കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവസാനം രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. അതിനിടെ മൂന്നാമത് ഉടമ്പടി പുതുക്കിയത് കൊണ്ട് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എൻജിനീയറിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ ആർമി നേവിയൊക്കെയാണ് താല്പര്യമെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞു. അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ലാസ്റ്റ് ചാൻസിലെ കൊച്ചിയിലെ IMU ക്യാമ്പസിലെ നേവിക്ക് അവൾക്ക് അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് സെമിസ്റ്ററും കഴിഞ്ഞ് ഇപ്പോൾ അവൾ വെക്കേഷന് വന്നിരിക്കുകയാണ്. പിന്നെ നാലാമതായിട്ട് എനിക്ക് 10 വർഷത്തോളമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് അതിൻ്റെ മരുന്നുകളൊക്കെ കുറച്ച് സെഡേറ്റീവാണ്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ടാബ്ലറ്റ്സൊക്കെ നിർത്തി. വല്ലപ്പോഴും കാൽപ്പോൾ മാത്രം കഴിക്കുന്ന ഇതായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് മൈഗ്രെയിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് മോളുണ്ടായപ്പോഴാണ് താമസമായത്. അപ്പോൾ 15 വർഷമായിട്ട് എല്ലാ വർഷവും മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ കിണറ്റിൽ കുടിവെള്ളം നിൽക്കുമായിരുന്നു. അപ്പോൾ ബോർവെല്ലുണ്ട്, ഒന്നില്ലെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് അത്യാവശ്യം കുടിക്കാനുള്ള 1-2 കലം വെള്ളം കൊണ്ടുവരാറാണ് പതിവ്. 2019 മെയ്യിൽ ഉടമ്പടി എടുത്ത് 20 മാർച്ച് ഏപ്രിലായപ്പോൾ വെള്ളം വറ്റി. അപ്പോൾ ഞാനും പിള്ളേരൊക്കെ കൂടി പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇട്ട് വന്നു. അന്നു മുതൽ ഇത്രയും കൊല്ലം വരെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഈ വർഷവും ഞങ്ങൾക്ക് വെള്ളം വറ്റുന്ന സാഹചര്യമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ വർഷവും അപ്പോഴേക്കും രാത്രിയാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും വെള്ളം ആവും. നമുക്ക് മോട്ടർ ഇടുമ്പോൾ അത്യാവശ്യം വെള്ളം കിട്ടും. അങ്ങനെ ബാക്കി ആവശ്യങ്ങൾക്ക് ബോർവെല്ലും കുടിവെള്ളത്തിന് ഇന്ന് വരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ മുട്ടുവേദന ജോലിയുടെ ഇതായിട്ടും പിന്നെ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുട്ടുവേദന കലശലായിരുന്നു. അപ്പം മക്കളൊക്കെ കോഴ്സുകൾക്ക് പോയി കഴിഞ്ഞപ്പോൾ സങ്കടമായി. മുട്ടുവേദനയോട് മാതാവിനോട് മാത്രം പറയാൻ ആശ്രയമുള്ളൂ. അങ്ങനെ തൈലൊക്കെ പുരട്ടി ഉഴിഞ്ഞ് നടക്കുമായിരുന്നു. ഇടയ്ക്ക് അനാൽജസിക്കൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ശക്തമായ വേദനയൊന്നും വരുന്നില്ല. മുട്ടുകുത്തലും സ്റ്റെപ്പ് കയറലൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കും. ബാക്കി ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മുട്ടിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞ ജൂൺ 25 മകൻ ലീവിന് വന്നതാണ്. അപ്പോൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ കാറ് വന്ന് ഇടിച്ചു. അവനെ താഴ്ത്തുനിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. ലങ്സിന് കൺഡ്യൂഷനും ഇവിടുത്തെ സ്റ്റേണോക്ലാവിക്കുലർ ജോയിൻ്റ് സബ്ലക്സേഷനും പിന്നെ മുട്ടിൽ ഭയങ്കര ഡീപ്പ് വൂണ്ടും തള്ളവിരലിന് നല്ല പൊട്ടലുമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഡോക്ടർ 6 ആഴ്ചയാണ് റെസ്റ്റ് പറഞ്ഞത്. പക്ഷേ അവൻ്റെ MBBS കോഴ്സിന് ലീവ് ഒരു പ്രശ്നമാവുന്നത് കൊണ്ട് ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് ഒരാഴ്ച വീട്ടിലും റെസ്റ്റ് എടുത്തു. പിന്നീട് എക്സാം തുടങ്ങിയപ്പോൾ പോയി. ഇപ്പോൾ അവൻ ഈ ഞായറാഴ്ച വന്നു. നീരൊക്കെ നന്നായി കുറഞ്ഞു. നടക്കാനും ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാനും 2 വീലർ ഓടിക്കാനും ഒക്കെ പറ്റി. അങ്ങനെ അവന് സൗഖ്യം ലഭിച്ചു. അവനെ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ജോലിക്ക് പോവായിരുന്നു. അപ്പോൾ തൃശ്ശൂർ നല്ല ട്രാഫിക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ടേൺ ചെയ്യണത് കാറുകാർ ശ്രദ്ധിച്ചില്ല. അവരെൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ചു. ഞാൻ സ്കൂട്ടറടക്കം തെറിച്ചു. പക്ഷേ മാതാവിന് എൻ്റെ കയ്യിൽ മെഡലുണ്ടായിരുന്നു ബാഗിൽ. അപ്പോൾ വണ്ടിയും ഞാനും കൂടിയിട്ട് ടേണിങ്ങിൽ പോയി നിന്നു. ഞാൻ വീണൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. കാറുകാർ ഒരു തെറ്റില്ലാണ്ട് എന്നെ വന്ന് ഇടിച്ചത്. പക്ഷേ എനിക്ക് യാതൊരു ആപത്തും സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവരോട് ഒന്നും പറഞ്ഞില്ല. മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പോന്നു. 2019 ഉടമ്പടി എടുത്തതിന് ശേഷം പലവിധ വേദനകളും ബുദ്ധിമുട്ടുകളും പല്ലുവേദനകളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാതാവിൻ്റെ തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ട് ഇന്ന് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജോലിക്ക് പോകുവാനും മക്കൾക്ക് ക്ലാസ്സുകൾ പങ്കെടുക്കുവാനും കുടുംബത്തെ സമാധാനം. ഹസ്ബൻഡിന് ബിസിനസ്സാണ്. അത് കോവിഡിൻ്റെ സമയത്തൊക്കെ ആ ഫീൽഡിലുള്ളവരൊക്കെ പല ബുദ്ധിമുട്ടുകളായിട്ട് നിർത്തേണ്ടി വന്നു. പക്ഷേ ഇതേവരെ ആൾക്ക് ഞാൻ അറിയുന്ന തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നന്നായി തന്നെ പോകുന്നു. പത്രം വിതരണം ചെയ്യാറുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും, പിന്നെ അടുത്ത് അയൽവാസികൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഹസ്ബൻഡിന് വായയിൽ ഓറൽ ലൈക്കൺ പ്ലാനസ് എന്ന് പറഞ്ഞിട്ട് തൊലി പോകുന്ന അസുഖം ഉണ്ടായിരുന്നു. അത് എരിവൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റീറോയിഡ് മെഡിസിൻ ആളിപ്പോൾ 2 വർഷമായിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ കഴിക്കുന്ന പോലെ എരിവൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ ബുദ്ധിമുട്ടിൽ നിന്നും മാതാവ് ഞങ്ങളെ മാറ്റിത്തന്നു. മൈഗ്രെയിന് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം 2 വർഷമായിട്ട് മൈഗ്രെയിന് മരുന്നും കഴിക്കുന്നില്ല, ഇഞ്ചക്ഷനും എടുത്തിട്ടില്ല, അതിൻ്റെ സെഡേറ്റീവ് ഗുളികയും എടുത്തിട്ടില്ല. മൈഗ്രെയിൻ തുടങ്ങിയിട്ട് 15 വർഷമായി. അന്ന് CT സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ സർജറികൾക്ക് ഒന്നിനും പോയൊന്നുമില്ല. പിന്നീട് ഉറക്കം കുറയുക, പിന്നെ കൂടുതൽ ടെൻഷൻ വരിക, അപ്പോഴൊക്കെയാണ് മൈഗ്രെയിൻ കൂടുതൽ. പിന്നെ യാത്ര, പിന്നെ ബ്രൈറ്റ് ലൈറ്റ്, അങ്ങനെയൊക്കെയാണ് കൂടുതൽ അത് എക്സാജറേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ 1 വർഷമായിട്ട് തീരെയും അനുഭവിക്കുന്നില്ല.